ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ കുടംപുളി എങ്ങനെയാണ് കേട് വരാതെ സൂക്ഷിക്കുക എന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ഫുള്ള് കുടംപുളീൻ്റെ സീസണാണല്ലോ. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഉണക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ആദ്യം കുടംപുളിയൊക്കെ ഒന്ന് പെറുക്കി ഒന്ന് കഴുകിയതിന് ശേഷം അത് നടുമുറിച്ച് അതിൻ്റെ കുരു ഒരു നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ചെറിയ പീസാക്കണമെന്നില്ല, എല്ലാം 2 കഷ്ണമാക്കി മുറിച്ചിട്ടാൽ മതി. നമ്മളിങ്ങനെ ചെയ്താൽ കുടംപുളി 1 വർഷത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാണ്ട് സൂക്ഷിക്കാം. ഇത് ഫുള്ള് നമ്മൾ നടുമുറിച്ചൊരു പാത്രത്തിലേക്കിട്ട് നന്നായി കഴുകിയെടുക്കണം. ഇപ്പം മഴയും വെയിലും മാറി മാറി വരുന്നത് കൊണ്ട് നമുക്ക് ഉണക്കി സൂക്ഷിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ വീട്ടിൽ പുളിയുള്ളവരൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇനി നമുക്ക് ഈ കുരു നന്നായി പിഴിഞ്ഞ് ഇതിൻ്റെ നീരെടുക്കണം. നീരെടുത്തതിന് ശേഷം ഒരരിപ്പ വെച്ച് ഇതിൻ്റെ നീര് മുഴുവൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. കരടുകളൊന്നുമില്ലാതെ നന്നായി അരിച്ചെടുക്കണം. ശേഷം ഇതിനൊരു വലിയ മൺചട്ടിയാണ് വേണ്ടത്. ഇതിലേക്ക് നമ്മൾ നന്നായി കഴുകി വെച്ച പുളി ഇട്ട് കൊടുക്കണം. ഇത് ഞങ്ങൾ പുളി വരട്ടാൻ വേണ്ടി മാത്രമായി ഉപയോഗിക്കുന്ന ഒരു ചട്ടിയാണ്. ഈ ചട്ടി നിറച്ച് നമ്മൾക്ക് പുളി ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ച പുളിയുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ചട്ടിയുടെ ഒരു 1/4 ഭാഗം വരെ നമ്മൾ വെള്ളം ഒഴിക്കണം. ശേഷം വിറകടുപ്പിൽ നന്നായി തീ കത്തിച്ച് ചട്ടി വെക്കുക. ചെറിയ അടുപ്പിലും ഗ്യാസിലും ഒന്നും വെക്കരുത്, കുറച്ച് സമയം വെക്കണം. എന്നാലേ ഇത് നന്നായി വറ്റിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ഇനി ഇത് നന്നായി തിളച്ചതിന് ശേഷം ഇതിൽ പുളിയുടെ കറ വരും, അത് നമ്മൾ കോരിക്കളയണം. ഇടയ്ക്കിടെ ഇതിൻ്റെ കറയും പതയും കോരിക്കളഞ്ഞാൽ മതി. നമ്മൾ ഈ പുളി ഉടച്ച് കൊടുക്കുകയോ ഇളക്കി കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടോ, ഇപ്പോൾ പുളി ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഈ പാകമാകുമ്പോൾ നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കണം. ഇപ്പോൾ പുളിയെല്ലാം നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പണി. ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നിന്ന് ഇളക്കണമൊന്നുമില്ല, ഇടയ്ക്കിടെ ആ പതയൊന്ന് കോരിക്കളഞ്ഞാൽ മതി. ഇതിൻ്റെ വെള്ളം നന്നായി വറ്റിയ ശേഷം ഇത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഏകദേശം ഈ പരിവമാകുമ്പോൾ ശേഷം നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതിൽ ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. ഇനി നമ്മൾ ഇത് നന്നായി ഇളക്കി എല്ലാ ഭാഗവും ഒരുപോലെ ആക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു വലിയ കയ്യിൽ കല്ലുപ്പിട്ട് കൊടുക്കുക. കല്ലുപ്പ് തന്നെ വേണം നിർബന്ധമാണ്, പൊടിയുപ്പിട്ട് കൊടുക്കരുത്. ഉപ്പിട്ട് കൊടുത്ത് നന്നായി മിക്സാക്കിയ ശേഷം ഒരു കുപ്പിയിലിട്ട് നമുക്ക് അടച്ച് സൂക്ഷിക്കാം. ഇത് 1 വർഷം വരെയൊക്കെ കേടാവാതെ ഇരുന്നോളും. വേണമെങ്കിൽ ഫ്രിഡ്ജിലും സൂക്ഷിക്കാം, പുറത്ത് സൂക്ഷിച്ചാലും ഒരു കേടും ഇല്ല. ഇനി നമ്മൾ മീൻകറി എല്ലാം വെക്കുമ്പോൾ ഇതിൽ നിന്ന് 1 സ്പൂൺ മാത്രം ഇട്ടാൽ മതി, നല്ല പുളി ഉണ്ടാകും. ഇനി ഉണക്കപ്പുളി ഇടേണ്ട ആവശ്യമില്ല, അതിനേക്കാൾ രുചിയുണ്ടാകും. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് കമൻറ്റും ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. ഇത് ഞങ്ങൾ മുന്നേ ഉണ്ടാക്കി സൂക്ഷിച്ചതാണ്. ഇതുപോലെ ഒരു കുപ്പിയിലാക്കി മോൾ ഭാഗം ഒരു കവർ വെച്ച് മൂടി, പിന്നെ മുകളിൽ മൂടി വെച്ച് മൂടിയാൽ മതി. എത്ര വേണമെങ്കിലും കേടുവരാതിരുന്നോളൂ. എല്ലാവരും ട്രൈ ചെയ്യണേ.